നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഭാഷണം മൂലം ഭാഗം 68. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 68. ഒന്നാമത്തെ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനധ നാരായണകലാ ശാന്താ ഭജന്തീഹി അനസൂയവാം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനധ നാരായണകലാ ശാന്താ ഭജന്തി ഹി അനസൂയവാം. ഇവിടെ മോക്ഷത്തിനെ ഇച്ഛിക്കുന്നവർ ഭയങ്കര സ്വരൂപമായ ഭൂതപതികളെ ഉപേക്ഷിച്ചിട്ട് അസൂയയില്ലാത്തവരായിട്ട് ശാന്തകളായ ശ്രീനാരായണൻ്റെ അംശങ്ങളെ ഭജിക്കുന്നു. നിശ്ചയം അല്ലെങ്കിൽ നിശ്ചയമായും ഭജിക്കേണ്ടതാണ്. ആരനെ? നാരായണൻ്റെ അംശങ്ങളെ. അവരാരാ? ശാന്തകൾ. അവരാരാ? അസൂയയില്ലാത്തവർ. അതെ. പക്ഷെ അവരെന്ത് ചെയ്യണം? ആരെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത്? ഭയങ്കര സ്വരൂപന്മാരായ ഭൂതപതികളെ എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും ഉള്ള മൂർത്തികളെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. എന്തിനു? ആര്? മുമുക്ഷത്തെ ഇച്ഛിക്കുന്നവർ. ഇത് അപ്പം ആരോഹണം അവരോഹണം, മേപ്പോട്ടും കീപ്പോട്ടും അർത്ഥം പറഞ്ഞു. ഇപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഭാവാർത്ഥം നോക്കുക. ബ്രഹ്മാവ്, ശിവൻ ഇവരെയും ഓരോരുത്തർ ഭജിക്കുന്നില്ലയോ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഞാൻ പറഞ്ഞതെല്ലാം ഭാഗവതം പറഞ്ഞതാണ്. ബ്രഹ്മാവ്, ശിവൻ ഇവരെയും ഓരോരുത്തർ ഭജിക്കുന്നില്ലയോ? ഉണ്ട്. പക്ഷേ ഓരോ തുച്ഛസുഖങ്ങളെ കാക്ഷിക്കുന്നവരായ ബുദ്ധിഹീനന്മാർ ഭജിക്കുന്നു. എന്താ പറഞ്ഞത്? പെട്ടെന്ന് പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ തുച്ഛമായ ഐഹിക സുഖങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെറ്റീരിയലിസ്റ്റിക് ഭജിക്കുന്നു. പക്ഷേ നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായ ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. നോക്കൂ, ഏകമായ പരബ്രഹ്മാണ് എല്ലാം എന്ന് വെച്ചാൽ കൂടി, ഞാനും നിങ്ങളും ബ്രഹ്മാണെങ്കിൽ കൂടി, ഞാൻ രാവണൻ്റെ സ്വഭാവം എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഞാൻ നാരായണൻ്റെ സ്വഭാവം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടാവുള്ളൂ. ഞാൻ പ്രീതികരമായിട്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവുള്ളൂ. ഏതൊരാളോടും ശരി, സ്വന്തം അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് പ്രീതികരമല്ലാതെ കണ്ട് സ്വന്തം കാര്യം ചിന്താപ. ഇപ്പോൾ ചില വാട്സപ്പിൽ തമാശയ്ക്ക് കാണും, ഭാര്യ കുറച്ച് ചോറെടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കോഴിക്കാല് വെച്ചിട്ടുണ്ടാവും, മറ്റാൾക്ക് കോഴിക്കറി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവർ തമ്മിൽ പാത്രം മാറ്റണത്. അതൊക്കെ ഒരു ടെമ്പററി ഫിനോമിന. പരസ്പരം ചീറ്റ് ചെയ്തു എന്ന് കാണിച്ച് അവർ കാശുണ്ടാക്കാമെന്നല്ലാതെ കണ്ട് ഒരാൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നിരാകരിക്കരുത്. അപ്പോൾ ഇവിടെ നാരായണനെ സംബന്ധിച്ചിടത്തോളം നാരായണൻ മോക്ഷം തരാൻ കഴിവുള്ള ആളാണ്. ബ്രഹ്മാവിനെ അല്ലെങ്കിൽ പരമശിവനെ ഭജിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഭഗവാൻ വ്യാസർ പറയണു ഇതര ആൾക്കാരെ എക്സെപ്റ്റ് നാരായണനെ. കാരണം എന്താ? നാരായണന് മാത്രമാണ് മോക്ഷം കൊടുക്കാൻ പറ്റിയത്. അത് നമ്മുടെ എല്ലാ കഥകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എന്താണെന്നാ പറയുക,
ഏകാദശി നോറ്റിട്ടുള്ള രാജാവ് പാരണ വീടുന്നതിൻ്റെ മുമ്പേ വന്ന് ഞാൻ പാരണ വീടാൻ വരണമെന്ന് ദുർവാസാവ് മഹർഷി പറഞ്ഞ് പിടിപ്പിച്ച് അദ്ദേഹം വേണമെന്ന് വിചാരിച്ചിട്ട് സമയം നീട്ടി. പക്ഷേ ആ വ്യക്തിക്ക് ദുർവാസാവിന് ബ്രഹ്മാവിനോ അല്ലെങ്കിൽ പരമശിവനോ എന്ത് ചെയ്യാൻ പറ്റിയില്ല, രക്ഷ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയവർക്കാൻ സാധിക്കണം. അപ്പോഴാണ് പറഞ്ഞത്, നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായ ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ ദേവന്മാരെയോ അവരെ ഭജിക്കുന്നവരെയോ നിന്ദിക്കുന്നില്ല. പരമശയോ ഇപ്പോൾ ഭദ്രകാളി സേവ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ദിക്കണില്ല, പക്ഷേ അതുകൊണ്ട് ഉത്തമമായ ഫലം കിട്ടുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പരമശാന്തി രൂപമായ മോക്ഷത്തെ കൊടുപ്പാൻ അർഹന്മാരായ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഇതാണ് സൽസമ്പ്രദായം. ഇനി സൽസമ്പ്രദായം വേണ്ടാച്ചാലോ അവരവരുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. എനിക്കതിലൊന്നും പറയാനില്ല. അപ്പോൾ ഈ വിധം ഭജിക്കുന്നവർ സത്വഗുണം അധികരിച്ചവരുമാകുന്നു. സാത്വിക ഗുണം, ഇപ്പം എന്താ എനിക്ക് മുട്ട കഴിച്ചുകൂടെ, എനിക്കെന്താ കോഴി തിന്നൂടെ ചോദിച്ചാൽ തിന്നാം, പക്ഷേ എനിക്കെന്താ ആവശ്യമില്ല. കാരണം അതിൽ നിന്നുണ്ടാവുന്നതിനേക്കാൾ ആനന്ദവും പരമാനന്ദവും ഞാൻ നാരായണ ജപിക്കുന്നതിൽ ഉണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ എന്നാൽ ഭഗവാൻ എന്നെ ഒരുപാട് പരീക്ഷിച്ച് രക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാണ്ട് ഭഗവാൻ രക്ഷിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ തമാശ രൂപത്തിൽ എപ്പോഴും പറയാറുണ്ട്, 3.5 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് 5.5 ലക്ഷം അടച്ചു, അപ്പോൾ 2 ലക്ഷം പോയി. പിന്നെ 7 ലക്ഷം എടുത്തതിന് 12 ലക്ഷം അടച്ചു, അപ്പോൾ 5 ലക്ഷം പോയി. പോരാത്തതിന് ഒരു വൺ ടൈം പോളിസി 65,000 രൂപയുടെ. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് ആനത്തല പോലെ ഇല്ലേ, ഒരു പാട്ടുണ്ട്, ആനന്ദ ശ്രീകൃഷ്ണ വായ് മുറുക്ക് ആനന്ദത്തലയോളം വെണ്ണ തരാം. പക്ഷെ ഇവിടെ ഭഗവാൻ എനിക്ക് ആനത്തലയോളം സ്വർണം തന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടേനി. കാരണം ഒരു 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 പിതാവ്, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ 2 കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിൽ എത്തിച്ചു ഭഗവാൻ. എനിക്ക് 10 പൈസ ചിലവായിട്ടില്ല. അപ്പോൾ എനിക്ക് ഭഗവാൻ ഒരു പിടിവള്ളി തന്നതെന്താ? നാരായണ ജപം, നാരായണ ജപിക്കുക, നാരായണ മന്ത്രം ജപിക്കന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഇതാണ് സമ്പ്രദായം. ഈ വിധം ഭജിക്കുന്നവർക്ക് സത്വഗുണം അധികരിച്ചവരാവുന്നു. അപ്പം നിങ്ങൾക്ക് തമോ ഗുണമാണോ വേണ്ടത്, രജോ ഗുണമാണോ വേണ്ടത്, സാത്വിക ഗുണമാണോ വേണ്ടത് എന്നുള്ളത് അവരവർ പറയാം. അവിടെ എൻ്റെ ഭാര്യയ്ക്ക് തമോ ഗുണമാണ് ഇഷ്ടം, എന്നാൽ ഞാൻ തമോ ഗുണക്കാരനാവട്ടെ എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ശുംഭൻ. ഇനി ഭാര്യ പറയാണ് എൻ്റെ ഭർത്താവ് തമോ ഗുണമാണ്, രജോ ഗുണക്കാരനാണ്, എനിക്ക് സാത്വിക ഗുണം വേണ്ട, എനിക്ക് ഐക്യപ്പെട്ടു പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വിവരമില്ലാത്തവളെന്ന് ഞാൻ പറയുള്ളൂ. തനിക്ക് താനും പുരയ്ക്ക് തൂണും. അവരവർക്ക് അവരവരിലുള്ള ചൈതന്യം മാത്രമേ തുണയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വ്യവഹാര ദശയിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ശ്ലോകം 27. രജസ്തമ പ്രകൃതയ സമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രദേശാദീൻ ശ്രിയൈ ഐശ്വര്യ പ്രജേപ്സവാ. രജസ്തമ പ്രകൃതയ സമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രദേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവാം. എന്താർത്ഥം? രജസ് തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള സമാനശീലമുള്ളവർ സ്ത്രീയോടുകൂടെ ഐശ്വര്യം പ്രജ ഇവയെ ആഗ്രഹിക്കുന്നവർ പിതൃക്കൾ ഭൂതങ്ങൾ ബ്രഹ്മാവ് എന്നിവരെ ഭജിക്കുന്നു. അത് പ്രസിദ്ധമാണ്. ശ്രദ്ധിക്കണം, എന്താ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയാം. രജസ് തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള സമാനശീലന്മാരുള്ളവർ സ്ത്രീയോടുകൂടെ ഐശ്വര്യം പ്രജ ഇവയെ ആഗ്രഹിക്കുന്നവർ പിതൃഭൂത പ്രദേശാദീൻ പിതൃക്കൾ ഭൂതങ്ങൾ ബ്രഹ്മാവ് എന്നിവരെ ഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷം വേണ്ട
എനിക്ക് സമ്പത്ത് മതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെയും ശിവനെയും ഭജിക്കാം. ഇപ്പം ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. കാരണം ബ്രഹ്മാദിദേവന്മാരെ ഭജിക്കുന്നവരില്ലയോ? ഉണ്ട്. അവരാണെന്ന് പറയുന്നു. അവരാരാണെന്ന് പറയുന്നു. ആരാണവര്? രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവർ, രജസ്തമോ ഗുണമൂർത്തികളായ പിതൃക്കൾ, ഭൂതങ്ങൾ, ബ്രഹ്മാവ് എന്നിവരോട് സമാനശീലമുള്ളവരാകയാൽ സമ്പത്ത്, ഐശ്വര്യം, സന്താനം എന്നിവയുടെ ലാഭത്തെ ഉദ്ദേശിച്ച് ബ്രഹ്മാദിദേവന്മാരെ ഭജിക്കുന്നുവെന്നത് സുപ്രസിദ്ധമാകുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ എന്ന് പറഞ്ഞാൽ സമ്പത്ത് വേണം, പുത്രന്മാർ വേണം, ധാരേഷണ ഐദർ സ്പൗസ് വേണമെന്ന് ശാഠ്യം പിടിക്കണവരെ അവരെ കൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാവോ ഇല്ലയെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സമ്പത്ത് വന്ന് നശിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, വിവാഹം കഴിച്ച് നശിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, കുട്ടികളെ കൊണ്ട് എന്താണെന്ന് പറയുക അപമാനിതരായിട്ട് തൂങ്ങി മരിച്ചിട്ടുള്ള രക്ഷാകർത്താക്കളുണ്ട്. അപ്പോൾ ലൗകിക സുഖം വേണമെങ്കിൽ ഭദ്രകാളിയെയും ശിവനെയും ബ്രഹ്മാവിനൊക്കെ ഭജിക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾക്ക് എന്ത് കിട്ടില്ല? മോക്ഷം കിട്ടില്ല. മുമുക്ഷ ശാന്തി സമാധാനം ഉണ്ടാവില്ല. എന്നും അയ്യപ്പനും വാവനും കൂടിയുള്ള വെട്ടും നടുവാവും. അതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഇനി 2 ശ്ലോകങ്ങൾ ഒപ്പം പറയുന്നുണ്ട്, 28ഉം 29ഉം. വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയാ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. എന്തൊരു ആനന്ദ ആ വാക്കുകളുടെ ക്രോഡീകരണത്തിന്. ശബ്ദ സൗന്ദര്യം എന്ന് പറഞ്ഞത് ഇതാണ്. വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയാ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. വളരെ സിമ്പിളാണ് അർത്ഥം. കാരണം വേദങ്ങള്, യാഗങ്ങള്, യോഗങ്ങള്, കർമ്മങ്ങള്, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി എന്നിവയെല്ലാം വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നത് ഏതൊക്കെയാ? വേദങ്ങള്, യാഗങ്ങള്, യോഗങ്ങള്, കർമ്മങ്ങള്, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി ഇതെല്ലാം വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കുവാനുപകരിക്കുന്നതുമായ പ്രധാന മാർഗങ്ങളെയും ഉപായങ്ങളെയും ഉപദേശിക്കുന്ന മുഖ്യ ഉദ്ദേശത്തോടുകൂടെ ഏർപ്പെടുത്തപ്പെട്ടവയാകുന്നു. ഇതിൽ നിങ്ങൾക്ക് അരിഷ്ടം തോന്നുന്നത്, ഇഷ്ടക്കേട് തോന്നുന്നത് ഏതാ? ഈ 8 കാര്യങ്ങൾ പറഞ്ഞു. വേദങ്ങൾ പഠിക്കുന്നത്, യാഗങ്ങൾ ചെയ്യണത്, യോഗങ്ങൾ ചെയ്യണത്, കർമ്മങ്ങൾ ചെയ്യണത്, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ്, ഈ വാസുദേവനാണ് എല്ലാറ്റിൻ്റെയും പരമകാരുണികനായിട്ട് എന്നുള്ള അറിവോടുകൂടി എത്ര പേര് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും പൂജിച്ചിട്ടുണ്ട്. അവരവരുടെ ദുഃഖത്തെ മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞ് നടന്നാൽ മതിയോ? പോരാ, അതിനുള്ള കർമ്മം കൂടി നമ്മൾ ചെയ്യണ്ടേ? എന്ത് ധർമ്മേ ചെയ്യണ്ടോ? നമ്മളിപ്പോൾ വലിയ സ്വർണം പൂശിയിട്ടുള്ള അമ്പലം കെട്ടണമെന്ന് ആരും പറഞ്ഞില്ല. സ്വന്തം വായ കൊണ്ട് ദിവസേന ഒരു 10 നാമം ചൊല്ലിക്കൂടെ? ചിലവർ ചോദിക്കും, നാമം ചൊല്ലിയതുകൊണ്ട് വയറ് നിറയോ? വയറ് നിറയും. തല കീറിയപ്പൻ വായ കീറിയണം. തല കീറിയപ്പൻ ഡോക്ടർ എന്നല്ല പറഞ്ഞത്. ഏതൊരു വിശേഷ ശക്തി കൊണ്ടാണ് മാതൃഗർഭത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്? ആ ഈശ്വരൻ നമ്മൾക്ക് മരിക്കുന്നത് വരെ ആഹാരം കരുതിയിട്ടുണ്ടാവും. അതിന് വിശ്വാസം വേണം. അടുത്ത ശ്ലോകം 30. സഹേവേദം
സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപായ ച അസൗ ഗുണമയ്യാ അഗുണോ വിഭൂ സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദസദ്രൂപയാ ച അസൗ ഗുണമയ്യാ അഗുണോ വിഭൂ. എന്താ അതിനർത്ഥം പറയാം? കാര്യകാരണാത്മികയും സദസദ്രൂപയ എന്ന് പറഞ്ഞർത്ഥം കാര്യകാരണാത്മികയും ഗുണരൂപയുമായ തൻ്റെ മായ കൊണ്ട് ഗുണങ്ങളെ കടന്നവനും സർവവ്യാപിയുമായ ആ ഭഗവാൻ തന്നെ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ഈ ലോകം സൃഷ്ടിച്ചതാരാ? ഭഗവാൻ ആദിനാരായണൻ. അപ്പോൾ ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്നു ചേരുന്നത്? അതെ. പക്ഷെ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണില്ല. നമ്മൾക്ക് കുതികാല് വെട്ടും ഉന്തിത്തള്ളാനും പിന്നെന്ന് കുത്താനും മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതല്ല ഇവിടെ പറഞ്ഞത്. ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്നു ചേരുന്നത്? എങ്ങനെ വാസുദേവപരത്വം സിദ്ധിക്കുന്നുവെന്നുള്ള ശങ്കയെ 4 പദ്യങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട്. ജഗൽ സൃഷ്ട്യാദി ലീലകളെ നിർവഹിക്കുന്ന പരമതത്വം വാസുദേവൻ തന്നെയാണെന്ന് ഈ പദ്യങ്ങളുടെ സാരം. അതെന്താ നോക്കൂ. കാര്യകാരണഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും സത്വാദിഗുണ സമുദായാത്മികയുമായ, ആ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. സത്വാദിഗുണ സമുദായ ആത്മികയുമായ എന്ന് പറഞ്ഞാൽ സത്വഗുണങ്ങളുള്ള സമുദായത്തെ രക്ഷിക്കുന്നവെന്നുള്ള അർത്ഥമായി. തൻ്റെ മായ കൊണ്ട് ഗുണാതീതനും സർവവ്യാപിയുമായ ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ഇതാണ് അതിൻ്റെ അർത്ഥം പറയാം. ഇനി 31-ാമത്തെ ശ്ലോകത്തിന് അർത്ഥം എന്താ വരിക? അല്ല, 31-ാമത്തെ ശ്ലോകം എന്താ? തയാ വിലസിതേഷു ഗുണേഷു ഗുണവാൻ ഇവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിതാം. തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിഹാം അന്തഃപ്രവിഷ്ട ആഭാതി അകത്ത് പ്രവേശിച്ച് പ്രകാശത്തെ ചുരിയുന്നവൻ വിജ്ഞാനേന വിജൃംഭിത വിശേഷപ്പെട്ട ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നു. ആ മായയാൽ ഉത്ഭവിച്ചതായ ഈ ഗുണങ്ങളിൽ ഉള്ളിൽ പ്രവേശിച്ചവനായിട്ട് ഗുണങ്ങളിൽ അഭിമാനമുള്ളവനെന്ന വിധം, അഭിമാനമുണ്ടോ? ഇല്ല, നടിച്ചു. അഭിമാനമുള്ളവനെന്ന വിധം ശോഭിക്കുന്നു. പരമാർത്ഥത്തിൽ ജ്ഞാനം കൊണ്ട് വർദ്ധിച്ചവനാകുന്നു. അതിലാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. എന്താ? വിജ്ഞാനേന വിജൃംഭിത എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് വർദ്ധിച്ചു. ഒരാൾ വലുതാവുന്നത് എപ്പോഴാണ്? ജ്ഞാനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്. ഞാൻ 1995 കർക്കിടക മാസം 2-ാം തീയതിയാണ് ആധ്യാത്മിക ദിശയിലേക്ക് വന്നത്. 47 വയസ്സിൽ. വളരെ ഓപ്പണായിട്ട് പറയാം ഞാൻ. പക്ഷേ അവിടുന്ന് ഞാൻ പിന്നാക്കം നോക്കിയിട്ടില്ല. എന്താ? ഈ 47 വയസ്സിൽ എന്തെല്ലാം അസൗകര്യങ്ങൾ, സ്വരച്ചേർച്ചകളില്ലാണ്ട് ജീവിതത്തിലുണ്ടോ അതിനൊക്കെ എനിക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ സാധിച്ചു. കാരണം എന്താ? എനിക്ക് വേറെ ഒന്നിലും ശ്രദ്ധയില്ലാതെ ഉണ്ടായി. എന്നെ ആര് നോവിച്ചു, ആരെന്നെ നുള്ളി നോവിക്കണു, അതിൽ ശ്രദ്ധിക്കുമ്പോഴല്ലേ എനിക്ക് വേദനയുള്ളൂ. നമ്മൾ കുട്ടിക്കാലത്ത് കാലിൽ മുള്ളു കുത്താത്തവരായിട്ട് ആരുമില്ല, നമ്മുടെ സമപ്രായക്കാർ. അതായത് ഒരു 50 ആൻഡ് എബോവ്. 50 ആൻഡ് താഴെയുള്ളവർ ചിലപ്പോൾ മുള്ളു കുത്തിയിട്ടുണ്ടാവില്ല. കാരണം അവർ ഷൂവും സോക്സൊക്കെ ഇട്ടിട്ടാവും സ്കൂളിൽ പോയിട്ടുണ്ടാവുക. അപ്പോൾ മുള്ളു കുത്തിയാൽ പെങ്ങന്മാർ, സഹോദരിമാർ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അവരെന്ത് ചെയ്യും? കാലൊക്കെ കഴുകി ഒരു സേഫ്റ്റി പിന്നുകൊണ്ട് ചെനക്കും, വേദനിക്കും. അപ്പോൾ പറയും പച്ചയിലേക്ക് നോക്കുകയെന്ന്. എന്താ പച്ച? ചുവപ്പിലേക്ക് നോക്കുകയെന്നല്ലല്ലോ പറഞ്ഞത്. പച്ച എന്താ പറയുക? സൽസ്വഭാവത്തിൻ്റെ
ഒരു പ്രതീകമാണ് പച്ച, വെള്ളി. പക്ഷെ ആകാശത്തേക്ക് നോക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും കാണില്ല കുട്ടികൾ. അതുകൊണ്ടാണ് പച്ച പച്ചയിലേക്ക് നോക്കാൻ പറയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പച്ചയിലേക്ക് നോക്കി രസിക്കുമ്പോഴേക്കും ഇവിടെ മുള്ളെടുത്തിട്ടുണ്ടാവും. അതേപോലെ സദാസമയത്തും ഒരു മിതസ്വഭാവിയായിരിക്കുന്ന എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നാരായണ 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 നാലക്ഷരത്തിൻ്റെ മാസ്മരികതയിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങളെ പഠിക്കാനുള്ള ത്വരിതയിൽ ബാക്കിയുള്ളതൊക്കെ നിഷ്പ്രഭായി. അതുവരെ അവർക്കായിരുന്നു പ്രഭ. പ്രമോഷമുണ്ടോ? പക്ഷേ എനിക്ക് ആ 47 വയസ്സിൽ എനിക്ക് നഷ്ടമായേക്കാവുന്ന എല്ലാം തന്നെ ഭഗവാൻ പോസിറ്റിവിറ്റി ആയിട്ട് തിരിച്ചു. അവിടെയാണ് എനിക്കുള്ള ഇൻഡെപ്റ്റഡ്നെസ്, തീർത്താൽ തീരാത്ത കടപ്പാടുകൾ ജഗദീശ്വരനോട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ജ്ഞാനം കൊണ്ട് വർദ്ധിച്ചവനായവാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അംബാനി ഇത്രയൊക്കെ കോടീശ്വരനായിട്ടും ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ട് വഴിപാട് ചെയ്യണത്? ശാന്തി സമാധാനത്തിനും. ഞാൻ ഒരു 8-9 പ്രാവശ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോയി പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഇൻഫ്ലുവൻസിൽ ക്യൂവിൽ നിൽക്കാണ്ട് പോയി തൊഴുതിട്ടില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. കാരണം ഞാൻ എന്താ പഠിച്ചിട്ടുള്ളത്? ഭഗവാൻ ചൈതന്യവത്തായിട്ട് എൻ്റെ ഹൃദയഗുഹയിലുണ്ട്. ഞാൻ ഫോട്ടോ വിളിച്ച് വിളക്കോ ഇല്ലാതെ നമസ്കരിക്കും. എന്ത് പറഞ്ഞിട്ട്? എൻ്റെ അന്തര്യാമിയായിട്ടും കൂടസ്ഥനായിട്ടും സർവജീവ ഗുഹാശനമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പോൾ ജഗത്തിൻ്റെ കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് സാധിച്ചതിൽ പിന്നെ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്ന ലക്ഷണത്തോടു കൂടിയ ലീലയെ പറയുന്നുണ്ട്. മായയിൽ നിന്നുണ്ടായിരുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദി ഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട്, അപ്പോൾ കാറ്റിൽ ഭഗവാനുണ്ട്, അഗ്നിയിലുണ്ട്, വെള്ളത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളിലൊക്കെ ആരുണ്ട്? ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് കാറ്റേ നീ വീശരുതിപ്പോൾ അല്ലേ ഒരു പാട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാ? കാറ്റാവാം, കൊടുങ്കാറ്റ് വീശരുതെന്നാണ് പറഞ്ഞത്. പറഞ്ഞ വിഷയം. അപ്പോൾ ഇല്ലേ, പണ്ടത്തെ കാലത്ത് പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾ വിദൂരത്തിലുള്ള ഭർത്താവ് വരണമെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് കാറ്റും മഴേനെയും ഒക്കെ തടഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? ശുദ്ധ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ആരോഗ്യത്തോടു കൂടി അവശതകൾ അനുഭവിക്കാണ്ട് എന്നെ പ്രാപിക്കുമാറാകണേ, അല്ലെങ്കിൽ ഇവിടെ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പഞ്ചഭൂതങ്ങൾ എന്താണ് പറയുക, പഞ്ചഭൂതങ്ങൾ ക്രോധിച്ചാലത്തെ സ്ഥിതി എന്താ? ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കാറ്റിൻ്റെ കാര്യം അങ്ങനെയാണോ? വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെയാണോ? തീയിൻ്റെ കാര്യം അങ്ങനെയാണോ? ഭൂമികുലുക്കത്തിൻ്റെ കാര്യം അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ പണ്ട് മുതൽ തന്നെ നമ്മുടെ പൂർവികരെ പഞ്ചഭൂതങ്ങളെ ആരാധിച്ച് വരാൻ നമ്മളെ പഠിപ്പിച്ചു. എന്തിനുകൊണ്ട്? അതിലുള്ള ഈശ്വരാംശത്തിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അതുകളെ നമ്മൾ നിന്ദിക്കില്ല. നിന്ദിച്ചാൽ ക്രോധം വരാത്തവരുണ്ടോ ലോകത്തിൽ? കാറ്റിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെയല്ല, കാറ്റുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്നും അറിയാതെ കണ്ട് അല്പത്തരത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കരുത്. ഇരുട്ടത്ത് ഒരാളെ മറിഞ്ഞു നിന്ന് തല്ലാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ബുദ്ധിയുള്ളവൻ ചെയ്യില്ല.
ബുദ്ധിയുള്ളവൻ തല്ലില്ല. അപ്പം ഇവിടെ പറഞ്ഞതിന് താല്പര്യം മായയിൽ നിന്നുണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദിഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദിഭൂതങ്ങൾ നിലനിൽക്കുന്നതെന്നുള്ള അഭിമാനമുള്ളവനെ പോലെ പ്രകാശിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ ആ വിധമായ അഭിമാനമോ ഗുണങ്ങളോടുള്ള ബന്ധമോ ആർക്കില്ല? ഭഗവാനില്ല. എന്തുകൊണ്ടെന്നാൽ ചിത്ത് ശക്തി കൊണ്ട്, ശാസ്ത്രീയമായ മനോബലം കൊണ്ട്, അത്യൂർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക്, ജ്ഞാനം മൂർത്തീഭവിച്ചാൽ അതിനെന്തുണ്ട്? അത്യൂർജിതം, ഊർജം, ഇലക്ട്രിസിറ്റി ഉണ്ട് അതിൽ. നോക്കൂ, നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്ക് വേണ്ടി നമ്മൾ മരിക്കില്ലേ? അതിൻ്റെ വാക്കർത്ഥം എടുക്കരുത്, അതിൻ്റെ ഭാവാർത്ഥം മതി. അവരവരെ കെയർ ചെയ്യണ ആൾക്ക്, കെയർ ചെയ്യുന്നുണ്ടെന്ന് നടിക്കണവർക്കല്ല. അപ്പോൾ ചിത്ശക്തി കൊണ്ട് അത്യൂർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക് അഭിമാനത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവരുത് എന്നർത്ഥം. ഈ അഭിമാനം എന്നുള്ളത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ആത്മാഭിമാനം വേണം, ദുരാഭിമാനം പാടില്ല, ശരീരാഭിമാനം പാടില്ല. അതാണ് നല്ല കുലത്തിൽ ജനിച്ചവൻ, കാണാൻ കൊള്ളാവുന്നവൻ, സമ്പത്തുള്ളവൻ എന്നുള്ളതൊന്നും നമ്മളെ സഹായിക്കില്ല. ഒരാൾ ആവശ്യത്തിലധികം ആഹാരം കഴിച്ചു, എന്നിട്ട് പറയാണ് ഞാൻ സുന്ദരനാണ്, എനിക്കൊന്ന് ദഹിപ്പിച്ച് തരണം പറഞ്ഞാൽ നടക്കുമോ? ഉറക്കം വന്നില്ല, കുറ്റം ചെയ്തു, മനസ്സ് കിടന്ന് പടയാണ്, ഞാൻ ഉന്നതജാത കുലജാതനാണ് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സൗന്ദര്യം കൊണ്ടോ പഠിപ്പ് കൊണ്ടോ കുലം നോക്കിയിട്ടൊന്നും അല്ല ശാന്തി സമാധാനം. നാരായണ ഭട്ടതിരി കാണാൻ സുന്ദരനായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണാൻ സുന്ദരനായിരുന്നു, ആഢ്യനാണ്. പക്ഷേ ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടല്ലേ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛനോട് ചോദിച്ചത്. ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം പറയണം. എന്താ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ? ആഢ്യത്തുണ്ടോ? എല്ലാവരും കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് നഖശികാന്തം ചവിട്ടിത്തേക്കല്ലേ ചെയ്തിരുന്നത്? എള്ളാട്ടിയിട്ടല്ലേ ജീവിച്ചിരുന്നത്? കൊപ്ര ആട്ടിയിട്ടല്ലേ ജീവിച്ചിരുന്നത്? മറ്റുള്ളവരെ പഠിപ്പിച്ച് കിട്ടുന്ന ദക്ഷിണ കൊണ്ടല്ലേ ജീവിച്ചിരുന്നത്? ഇതാണ് വാസ്തവികത. അപ്പം ഇനി അടുത്ത ശ്ലോകം 32. യഥാഹി അവഹിതോ വന്യർദാരുഷ്യേകസ്വയോനിഷു നാ അനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. യഥാഹി അവഹിതോ, അവിടെ പ്രിന്റിങ് എന്താ? ഹി അവഹിതോ എന്നാ, പക്ഷെ അങ്ങനെയല്ല വായിക്കുക. യഥാ ഹി അവഹിതോ വന്യർദാരുഷ്യേകസ്വയോനിഷു ന അനേവ ഭാതി, നാനേവല ന അനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. തൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളായ കാഷ്ടങ്ങളിൽ, അഗ്നി എന്നർത്ഥം, തൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളായ കാഷ്ടങ്ങളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരേ അഗ്നി എപ്രകാരമോ അപ്രകാരം സർവാത്മാവായിരിക്കുന്ന പുരുഷൻ, പുമാൻ എന്ന് പറഞ്ഞ പുരുഷൻ, പുരുഷൻ എന്ന് പറഞ്ഞ മീശ വെച്ചവനല്ല, ആത്മാവെന്ന് അർത്ഥമുണ്ട്. പുമാൻ ജീവൻ അർത്ഥമുണ്ട്. അപ്പോൾ പുരുഷൻ ഭൂതങ്ങളിൽ ബഹുരൂപേനെന്ന പോലെ ശോഭിക്കുന്നു. എല്ലാ വിറകുകളും ശോഭിക്കുന്നില്ല. ഏത് വിറകാണ് അഗ്നിയോടുകൂടി സംയോഗം ചെയ്യണത് അതാണ് സ്വയം കത്തണത്. കത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളിയുടെ കത്താത്ത ഭാഗം പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നുണ്ടോ?
ഇല്ല. ഇലക്ട്രിസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റർ അറ്റം എന്തായിരിക്കണം? ഇരുമ്പായിരിക്കണം. എന്നാൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്ത ഭാഗത്ത് പിടിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് എർത്ത് അല്ലേ, അത് നമുക്ക് ഷോക്കടിക്കും. അപ്പോൾ ഏതുപോലെയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വറുകോലയുടെ അറ്റത്ത് ഉള്ള തീയ ഈ അറ്റം പിടിക്കുന്ന നമ്മളെ കൈ പൊള്ളിക്കുന്നില്ല. അതേപോലെ സൂര്യന് പ്രഭ കൊടുക്കുന്ന സൂര്യനാരായണ മൂർത്തി എൻ്റെ ഉള്ളിലുണ്ടായിട്ട്, എൻ്റെ ആത്മീയ സൂര്യൻ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവാകുന്ന സൂര്യൻ ഉണ്ടായിട്ട് ഞാൻ വെട്ടിവിഴുങ്ങുന്ന ആഹാരങ്ങളെ കാലാകാലങ്ങളായിട്ട് ദഹിപ്പിക്കുന്ന ജഡരാഗ്നി എൻ്റെ ഉള്ളിലുള്ളത് ഈശ്വരൻ്റെ ഒരു കൃപയാണ് എന്ന് ക്ഷേത്രങ്ങളിൽ പോയി വരുന്ന നിങ്ങളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഓരോരുത്തരുടെ പ്രായത്തിനും ശരീരത്തിൽ എവിടെയെങ്കിലും നമ്മൾ അഗ്നി ഉണ്ടാവാൻ തീ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കുത്തി വയ്ക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ പ്രാണൻ അഗ്നിക്കുണ്ട്. ആ പ്രാണൻ നമ്മൾ ശ്വാസം എടുക്കണമല്ലേ? ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? പട്ടാമ്പിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. നിങ്ങളങ്ങനെ 10 ആളോട് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ, അത് എന്നെ ബാധിക്കണതല്ല. അപ്പോൾ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞാലും ഞാൻ ചീത്തവനാണെന്ന് പറഞ്ഞാലും കുറച്ച് സമയത്തിന് അതെന്നെ ബാധിച്ചു എന്ന് വരും. പക്ഷെ ഞാൻ ആരാണ് എന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനും അറിയാം. ഞാൻ ഇപ്പോൾ സത്യം പറയട്ടെ, ഈ ഒരു ഉദാഹരണം എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു, ഭഗവാൻ പറഞ്ഞു തന്നു എന്നല്ലാണ്ട് ഞാനിതൊന്നും വായിച്ചു പഠിച്ചിട്ടില്ല. ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ ഭഗവാൻ എൻ്റെ വായെ കൂടെ കുത്തിത്തിരിക്കി തരണു അല്ലേ? സൂര്യനാരായണൻ മോളിലെ അവരവരുടെ ഉള്ളിലെ ആത്മാവായിരിക്കുന്ന ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, അത് നിലനിർത്താൻ പ്രാണൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഒരേപോലെ ശരീരം വലുതാവും തോറും പ്രാണൻ ജാസ്തി എടുക്കണില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ കാലാകാലം നമ്മൾ 3, 4, 5 നേരം കഴിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിച്ചു തരുന്ന ജഡരാഗ്നി ഈശ്വരൻ്റെ വരദാനമാണ്. ആ ഈശ്വരൻ എൻ്റെ ഉള്ളിലില്ല എങ്കിലത്തെ സ്ഥിതി എന്താ? നമ്മൾ പിണായി. അപ്പം നമ്മൾ അനാഥനാവണത് ഈ ശരീരമാണ് അനാഥത്വം. ശരീരത്തിൽ ജീവനുള്ളോളത്തോളം കാലമാരാ നമ്മൾ സനാഥന്മാരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ബഹുരൂപേണ അല്ലേ? ബഹുരൂപേണ അതിന് നമുക്ക് വേറൊരു ഉദാഹരണം പറയും. ഒരു തീപ്പന്തം ഒരു കമ്പിമ്പിൽ കെട്ടുക, സോഫ്റ്റായിട്ടുള്ള വേലി കമ്പിമ്പിൽ കെട്ടുക. എന്നിട്ട് അത് 2-3 അടി നീളുണ്ട് വിചാരിക്കാം. അതിനെ പിടിച്ച് നമ്മൾ സ്പീഡിൽ ചുഴറ്റിയാൽ ആ കമ്പിയുടെ ഡയാമീറ്റർ അല്ലേ, കമ്പിയുടെ നീളം എത്രയുണ്ടോ അത്രയും വലിയ ഒരു തീഗോളല്ലേ കാണുക തിരിക്കണേൻ്റെ സ്പീഡിൽ. പക്ഷെ തീൻ്റെ ഗോളൊന്നുമില്ലേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു, അതിനർത്ഥം പറയണോ, ബഹുരൂപനായിരിക്കുന്നതും വാസുദേവൻ തന്നെ എന്ന് കാണിക്കണം. ഭഗവാൻ നിരാകാരനാണെന്ന് പറഞ്ഞു, ഏകനാണെന്ന് പറഞ്ഞു, ബഹുരൂപനും ഭഗവാൻ തന്നെയാണെന്ന് പറയണു. എങ്ങനെ? ഉപാധിഭൂതങ്ങളായ കാഷ്ടങ്ങളിൽ പ്രവേശിച്ച്, അതായത് മരക്കഷ്ണങ്ങളിൽ പ്രവേശിച്ച് ശോഭിക്കുന്ന ഏകരൂപനായ അഗ്നി കാഷ്ടങ്ങളുടെ സ്ഥൗല്യ ദൈർഘ്യങ്ങളെ അനുസരിച്ച് എത്ര ശുഷ്കിച്ചതാണ്, എത്ര കനമുള്ളതാണ് അല്ലേ, എത്ര ഈർപ്പം കമ്മിയായിട്ടുള്ളതാണ്, അതാണ് സ്ഥൗല്യ ദൈർഘ്യങ്ങളെ അനുസരിച്ച് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നത് പോലെ ഏകനായ ഭഗവാൻ
എല്ലാറ്റിലും അന്തര്യാമിയിരിക്കുന്നുവെങ്കിലും ചതുർവിധ സൃഷ്ടിവർഗങ്ങളിൽ ജീവരൂപേണ വസിക്കുമ്പോൾ, ഈ ചതുർവിധ എന്ന് പറഞ്ഞെന്താ, 4 തരമാണ് സൃഷ്ടി ജീവന്മാർ. ഒന്ന് നമ്മളെപ്പോലെ യോനിജന്മാർ, പ്രസവിച്ചുണ്ടാകുന്നത്. അതിൽ ചില മാമൽസും ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുട്ടയിൽ നിന്ന് വിരിയണത്, പിന്നെ വയർപ്പിൽ നിന്നുണ്ടാവണത്. വയർപ്പിൽ നിന്നുണ്ടാവണതാണ് ഈ പേന, മൂട്ട മുതലായിട്ടുള്ളത്. പിന്നെ ഒന്ന് കാഷ്ടങ്ങൾ, കൊമ്പ് കുത്തി വളരുന്നത്. പൂച്ചെടികളൊക്കെ ചിലത്, റോസ്, തെച്ചിയൊക്കെ കൊമ്പ് കണ്ടിച്ച് കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഈ ചതുർവിധ സൃഷ്ടിവർഗങ്ങളിൽ ജീവരൂപേണ വസിക്കുമ്പോൾ, അപ്പോൾ കൊമ്പ് കുത്തിയിട്ടാൽ അതെങ്ങനെ വലുതാവണത്? മണ്ണിൽ നിന്ന് ഉള്ള ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ജീവനില്ലേ? പഞ്ചഭൂതങ്ങളിൽ ജീവനില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ സ്വർണ്ണക്കട്ട തിന്നാൻ പറ്റുമോ? ഒരു 100 പവൻ്റെ പണ്ട് ഉണ്ടെന്ന് അതടുത്ത് ഇന്നലെ കുറേശ്ശെ ആയിട്ട് പറ്റുമോ? ഇല്ല. അതിന് വെള്ളം തന്നെ വേണം. എയർ കണ്ടീഷൻ റൂമിൽ AC പോയി എത്ര നേരം ഇരിക്കും? അപ്പം വായു വേണം. അപ്പം നമ്മൾ ജനാലകളൊക്കെ തുറന്നിട്ടു. ഇതല്ലേ സത്യം? ഈ സത്യത്തിനെ ഉൾക്കൊള്ളാതെ കണ്ടുള്ള ജീവിതമാണ് വെട്ടിപ്പിടിക്കണം എന്നുള്ള ധാരണ വരുന്നത് നമുക്ക്. അത് തെറ്റ്, മനസ്സിലായില്ലേ? ഇനി അടുത്ത ശ്ലോകം 33. അസോ ഗുണമയേർഭാവൈ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസോ ഗുണമയേർഭാവൈ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. എന്താ പറഞ്ഞത്? ഇവൻ ആര്? ഈ പുരുഷൻ, ഈ ജീവൻ, ഈ ആത്മാവ് ഗുണസ്വരൂപങ്ങളായ ഭാവങ്ങളാൽ ഭൂതസൂക്ഷ്മങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഭൂതങ്ങളുടെ സൂക്ഷ്മമാണ് ഏത്? ഇന്ദ്രിയങ്ങൾ, ആത്മാവ് എന്നിവയോടുകൂടി തന്നാൽ നിർമ്മിക്കപ്പെട്ട ഭൂതങ്ങളിൽ നിർവേശിച്ചവനായിട്ട് അതാതിന് അനുരൂപങ്ങളായ വിഷയങ്ങളെ ഭുജിക്കുന്നു. ആത്മാവ് സൃഷ്ടിച്ച്, ആത്മാവ് ഉള്ളിൽ പ്രവേശിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തനോന്മുഖന്മാരാക്കി എല്ലാവിധ ലൗകിക സുഖങ്ങളെയും അനുഭവിക്കുന്നു. ഭുജിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതാണ് ഭുക്തിമുക്തിപ്രദ. വളരെ വലിയൊരു സബ്ജക്റ്റാണത്, വളരെ വലിയൊരു സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നതായ ലീലയെ പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും വിചാരം രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് ജപിക്കാൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് ലൗകിക സുഖങ്ങളൊന്നും ഇല്ലാന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല. അനർഹമായവ തേടിപ്പോരുത് എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് സ്ത്രീ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യ. പക്ഷേ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അല്ലാതെ കൊണ്ട് ഭാര്യനെ തൊടാൻ പാടില്ല എന്ന് നീതിയുണ്ട്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാര്യ ശപിച്ചാൽ എന്താ ശപിക്കുന്നത്? ഓ, ഇയാൾക്ക് എൻ്റെ ശാരീരിക മാനസിക അവസ്ഥയിലൊന്നും താല്പര്യമില്ല, ഇയാൾക്ക് അയാളുടെ കാര്യം നടക്കണം എന്നൊരു വിചാരം ഉണ്ടായാൽ ഈ പുരുഷന് അധോഗതി. കാരണം എന്താ? സ്ത്രീയാണ് സഹനശക്തിയുടെ പ്രതീകം, സഹിഷ്ണുതയുടെ പ്രതീകമാണ് സ്ത്രീ. ഭൂമിദേവിയാണ്. അത് അമ്മയാകട്ടെ, ഭാര്യയാവട്ടെ, അനിയത്തിയാവട്ടെ, ജ്യേഷ്ഠത്തിയാവട്ടെ, ഏട്ടത്തിയമ്മ ആവട്ടെ, ആരാണെങ്കിലും
അവരെ നിന്ദിക്കാൻ പാടില്ല ഒരിക്കലും. ഈ സ്ത്രീ സങ്കല്പം എന്നുള്ളത് വലിയ ഒരു എടുത്താൽ പൊന്താത്തൊരു സാധനമാണ്. അപ്പം അതിനെ ബഹുമാനിക്കാൻ അറിയണം. ക്രിസ്റ്റൽ ക്ലിയർ, ക്രിസ്റ്റൽ കണ്ണാടി കൊണ്ട് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ രൂപമാണ്. അതുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അർഹത എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്. അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും മക്കളാലും സദാ പോഷിക്കപ്പെടേണ്ടവളും പരിരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. ഇതിലേത് സയൻസ് ഗ്രന്ഥത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്? ഭാഗവതത്തിൽ, പുരാണങ്ങളിൽ, വേദങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കില്ല. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നതായ ലീലയാണ് പറയണത്. ശ്രീഹരി ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയോടുകൂടെ തന്നാൽ നിർമ്മിക്കപ്പെട്ട 4 വിധ സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് അതാത് സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായ സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. ഈ സദാസമയത്തും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ദഹിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? അപ്പം ഭുജിപ്പിക്കണതാരാ? നാരായണനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്നത്, അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്നത് ശ്രീഹരിയാകയാൽ അതാത് ജീവന്മാരനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശ്രീഹരി തന്നെ അല്ലേ? അവിടെ ശിവനോ ബ്രഹ്മാവോ എന്നോ പറഞ്ഞില്ല, ഭദ്രകാളിയെന്നോ പറഞ്ഞില്ല. ഇത് അറിഞ്ഞിട്ടുകൂടി നമ്മൾ ഭാഗവതം പഠിക്കണില്ല എന്നാണ് സത്യം. ഞാനും നിങ്ങളും അതാത് രീതിയിൽ ഭുക്തി മുക്തി പ്രദ എന്നുള്ള ഭഗവാനെ എന്തോ ഒരു തെറ്റ് ചെയ്ത ആളെ പോലെ അല്ലേ? തെറ്റ് ചെയ്ത ആളേനല്ലേ നമ്മൾ കൂട്ടാത്തത്? ഭഗവാനെ എന്തുകൊണ്ട് നമ്മൾ കൂട്ടണില്ല? ഭഗവാൻ എൻ്റെ സുപ്രീം അതോറിറ്റി ആണെന്ന് നമ്മൾ എന്തുകൊണ്ട് പറയണില്ല? ഭഗവാനെ പറ്റി നമുക്ക് അറിയില്ല മക്കളെ, അതുകൊണ്ടല്ലേ. ഇത്രയും കരുണാമയനായിരിക്കുന്ന ഭഗവാൻ, ആ ശ്രീഹരിൻ്റെ തത്വശാസ്ത്രങ്ങൾ നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കണ്ടേ നമ്മൾ? പരീക്ഷയിൽ മാർക്ക് കമ്മി ആയിക്കോട്ടെ, ഭാഗവതത്തിൽ ഈശ്വരീയതയിലുള്ള മാർക്ക് എത്ര നമ്മുടെയൊക്കെ? അതുകൊണ്ട് എന്താ ഇവിടെ പറയണത്? എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അജ്ഞാനബന്ധമില്ലാത്തവനാകയാൽ ജീവന്മാർക്ക് സുഖഭോഗങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നു എന്ന് കാണിപ്പാൻ ഭുക്തേ എന്ന പദത്തിന് ഭോജയതി ഭുജിപ്പിക്കുന്നുവെന്ന അർത്ഥം ആചാര്യാഭിപ്രായമാകുന്നു. നമ്മളെ ഭുജിപ്പിക്കണത് ഈശ്വരനാണ്. ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഭുജിക്കണത്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ. ഇനി ഈ 2-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം 34. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരുനരതോ ദേവതിര്യഗ്നരാദിഷു. മഴ പെയ്യുമ്പോൾ ശബ്ദം ഭയങ്കര. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യഗ്നരാദിഷു. അതിൻ്റെ അർത്ഥം പറയാ, ലോകങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഇവൻ, ലോകങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഇവൻ ആരെ? ഭഗവാൻ.
ദേവന്മാർ തിര്യക്കുകൾ മനുഷ്യർ ഇവരിൽ. ദേവന്മാരെന്ന് പറഞ്ഞാൽ അറിയാം, തിര്യക്കുകളെന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, മനുഷ്യരല്ലാത്ത മൃഗങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. മൃഗപക്ഷികളൊക്കെ തിര്യക്കുകളിലാണ് വരിക. മനുഷ്യർ ഇവരിൽ ലീലാവതാരത്തെ സ്വീകരിപ്പാൻ ഇഷ്ടമുള്ളവനായിട്ട്, ലീലയാ വിനോദമാടാൻ താല്പര്യമുള്ളവനായിട്ട് സത്വഗുണം കൊണ്ട് ലോകങ്ങളെ പാലിക്കുന്നു. അപ്പം എന്നിലും നിങ്ങളിലും സത്വഗുണം ഇല്ലെങ്കിൽ, സത്വഗുണമില്ലാത്ത സ്ത്രീയാണ് അവിഹിതമായി ഉണ്ടായ കുട്ടീനെ പൊന്തയിലിടുന്നതും ഞെരുക്കി കൊല്ലണതും മുണ്ട് വീണ കൂടുതൽ തല പിടിച്ച് തിരിക്കും. എല്ലാ സ്ത്രീകൾക്കും തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും ഉണ്ട്, എല്ലാ പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ സാത്വിക ഗുണമില്ലാത്ത സ്ത്രീക്ക് സത്വഗുണമില്ലാത്ത പുരുഷനാണ് അവിഹിതമായി ഉണ്ടായ കുട്ടീനെ കുഴിച്ചിടാൻ സഹായിക്കുന്നത്. സത്വഗുണം ഇല്ലാത്തവരെന്നാട്ടോ പറഞ്ഞത്. നേരെ മറിച്ച് തമോ ഗുണമുള്ളൊരു സ്ത്രീക്ക് സത്വഗുണമുള്ളൊരു ഭർത്താവ് വന്നാൽ ഭർത്താവ് എവിടെയെങ്കിലും അമ്പലത്തിൽ പോയിരിക്കും. അങ്ങനെ അപ്പോൾ ഒരാൾ അങ്ങനെ സന്യാസിയായി വിചാരിച്ചാൽ പരപ്രേരണ ഇല്ലാണ്ട് സന്യാസിയാവണമെന്നാ. ഭാര്യയുടെ പ്രേരണയല്ല, ഭാര്യയുടെ ദോഷങ്ങളെ കൊണ്ട് സന്യാസിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ എവിടെയാണ്? മനസ്സിലാണ്. അപ്പോൾ വെളുത്ത നിറണ്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചാൽ അലസി പോകാനുള്ള കാരണം ഇങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, ഇത് വലിയൊരു സബ്ജക്റ്റാണെന്ന് പറയാൻ കാരണം. അപ്പോൾ സത്വഗുണം വേണം പരിപാലിക്കാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ സത്വഗുണം മക്കൾക്കില്ലാത്തത് കൊണ്ടാണ് അവരുടെ അച്ഛനെയും അമ്മേനെയും വൃദ്ധാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. പരിപാലിക്കാനുള്ള താല്പര്യമില്ല, സത്വഗുണമില്ല. അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഒപ്പം സഹശയനം ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാവണം വിചാരിച്ചിട്ടാണല്ലോ, എപ്പോഴല്ല, ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? സത്വഗുണമുള്ള കുട്ടി ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്, അത് അറിയാണ്ട് പോരുത്. അപ്പോൾ പറയണു, ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാർ, മൃഗാദികൾ, മനുഷ്യർ ഇവരിൽ സ്വന്തം ഇച്ഛ കൊണ്ട് സ്വരൂപങ്ങളെ ധരിച്ച് അവതരിച്ച് ഓരോ വിധ ലീലകളെ പ്രകാശിപ്പിച്ച് സത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. അപ്പോൾ സത്വഗുണം വേണം. അച്ഛനമ്മമാർ ഞങ്ങളെ നോക്കണമെന്ന് അവർ പറയില്ല. പക്ഷേ നോക്കണം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കണം എന്നല്ല, സമയാസമയത്ത് അവരുടെ ചികിത്സാ കാര്യങ്ങൾ, നിത്യവർത്തികൾ കഴിച്ചു കൂട്ടാനുള്ള സമ്പത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അതറിയാണ്ട് പോരുത്. അതറിയാണ്ട് പോയാൽ പാപം. ആർക്ക്? അച്ഛനമ്മമാർക്കല്ല, മക്കൾക്ക്. അപ്പോൾ ഈ സത്വഗുണം എന്നുള്ളത് ഒരു പ്രധാന വിഷയം തന്നെ എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അതോടുകൂടി ഈ 2-ാം അധ്യായം കഴിയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷിയോവാഖ്യാനേ ദ്വിതീയാധ്യായഃ സമാപ്തം. 2-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.